യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 27-ാം വാക്യം ഞാൻ നിങ്ങൾക്കായി വായിക്കുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവേ, അങ്ങയുടെ നല്ല വചനത്തിനായിട്ട് സ്തോത്രം. ഒരു പ്രാവശ്യം കൂടെ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാനും അങ്ങയുടെ വചനം ധ്യാനിക്കുവാനും അവസരം തന്നതിനാൽ സ്തോത്രം. അവിടുത്തെ മഹനീയമായ സാന്നിധ്യം ഇന്ന് ഞങ്ങളിവിടെ അനുഭവിക്കുന്നു. പ്രിയ കർത്താവേ, ഈ മുഖാന്തരത്തിനായി നന്ദി, ഈ അവസരത്തിനായി നന്ദി. ഈ വചനം കേൾക്കുന്നവരെ എല്ലാം കർത്താവ് കാണുന്നുണ്ടല്ലോ. കർത്താവ് എല്ലാവരെയും നേരിട്ട് അറിയുന്നുണ്ടല്ലോ. അവരുടെ ആവശ്യവും അവരുടെ അവസ്ഥയും കർത്താവ് അറിയുന്നുണ്ടല്ലോ. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ അങ്ങയുടെ സമാധാനം അവരുടെ ഹൃദയത്തിൽ വാഴുവാൻ കൃപ ചെയ്യണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവിൻ്റെ വചനം ശ്രദ്ധിക്കുവാൻ നിങ്ങൾ കാണിക്കുന്ന താല്പര്യത്തിന് നന്ദി. ഒരു മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവന് അനുവദിക്കപ്പെട്ട സമയങ്ങളിൽ നിന്ന് ഓരോ ദിവസവും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന കാര്യം അവൻ അറിയുന്നില്ല. അശ്രദ്ധയോടും അലസതയോടും കൂടെ നാം നമ്മുടെ ജീവിതത്തെ തള്ളിവിടുന്നു. പക്ഷെ നമുക്ക് അനുവദിക്കപ്പെട്ട ദിവസം തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനും നിങ്ങൾ ഈ ഭൂമിയിൽ ജനിച്ചപ്പോൾ തന്നെ നമുക്കൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. 100 വർഷം നിങ്ങളിവിടെ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര ദിവസം അനുവദിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കണക്ക് കൂട്ടാൻ സാധിക്കും. 365 ഗുണം 100, അത്രയും ദിവസമേ നമുക്കിവിടെ അനുവദിച്ചിട്ടുള്ളൂ. അതിലൊരു ദിവസമാണ് ഇന്ന് തീരുന്നത്. ഈ അനുവദിക്കപ്പെട്ട സമയം കൊണ്ട് വേണം നമ്മുടെ നിത്യതയെ നിർണയിക്കാൻ. മനുഷ്യൻ നിത്യതയ്ക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനാണ്. താൽക്കാലിക ജീവിതത്തെക്കുറിച്ചുള്ള ബുദ്ധിമുട്ടിനിടയിൽ വരുവാനുള്ള ലോകത്തെക്കുറിച്ച് നാം പലപ്പോഴും മറന്നുപോകുന്നു. താൽക്കാലിക ജീവിതം തള്ളി നീക്കാനുള്ള ബദ്ധപ്പാടാണ്. ഓരോരുത്തർക്കും ഓരോരോ പ്രശ്നങ്ങളാണ്. ചിലർക്ക് രോഗം, ചിലർക്ക് കടഭാരം, ചിലർക്ക് കുടുംബ പ്രശ്നം, ചിലർക്ക് അനുസരണമില്ലാത്ത മക്കൾ, ചിലർക്ക് ആക്സിഡന്റ്, ചിലർക്ക് അകാല മരണം. ഇങ്ങനെ വിവിധങ്ങളായ പ്രശ്നങ്ങളാൽ മനുഷ്യരെല്ലാം ഭാരപ്പെടുകയാണ്. ഇതിനിടയിൽ നമുക്ക് അനുവദിക്കപ്പെട്ട സമയം തീരുകയും നാം മരണത്തോടടുക്കുകയും ചെയ്യുകയാണ്. ഇതിനപ്പുറത്ത്, ഈ മരണമെന്ന ഈ തീരത്തിനപ്പുറം എന്താണെന്ന് ചിന്തിക്കുവാൻ ജീവിച്ചിരിക്കുന്ന ഈ സമയത്ത് നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് വലിയ നഷ്ടം വരും. നമ്മുടെ നിത്യതയോട് ബന്ധപ്പെട്ടതും നമ്മുടെ ആത്മാവിനോട് ബന്ധപ്പെട്ടതുമായ അനുഗ്രഹിക്കപ്പെട്ട ചിന്തകളാണ് നാം വചനത്തിലൂടെ ഇവിടെ പങ്കിടുന്നത്. കർത്താവായ യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ ശിഷ്യന്മാരുമായി സംസാരിച്ച കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞതാണ് ഞാനിവിടെ വായിച്ചത്. സമാധാനത്തെക്കുറിച്ചുള്ള ചിന്തയാണ്. സമാധാനം. ഇവിടെ യേശു 3 തരം സമാധാനത്തെക്കുറിച്ച് പറയുന്നു. ഒന്ന്, ദൈവത്തോടുള്ള സമാധാനം. 2, ദൈവീക സമാധാനം. 3, ലോകം തരുന്ന സമാധാനം. യേശു ഇങ്ങനെ പറഞ്ഞു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ച് പോകുന്നു. യേശു പറഞ്ഞ വാക്കിനെ
അതിൻ്റെ ഉള്ള നിലയിൽ ഗ്രഹിച്ചാൽ നമുക്കൊരാശയം പിടികിട്ടും. യേശു പോകുക വഴി, പോകുന്നതോടുകൂടെ മനുഷ്യവർഗത്തിന് വേണ്ടി ഒരു സാധനം തന്നിട്ട് പോയി. അതെന്താ തന്നിട്ട് പോയത്? ഇവിടെ പറയുന്നു സമാധാനമെന്ന്. യേശു ഈ ഭൂമിയിൽ വന്നു, ദരിദ്രർക്ക് ഭക്ഷണം കൊടുത്തു, രോഗികൾക്ക് സൗഖ്യം കൊടുത്തു, ദുഃഖിതരെ ആശ്വസിപ്പിച്ചു, പല പല കാര്യങ്ങൾ ചെയ്തു. പോകുമ്പോൾ അവൻ എന്താ തന്നിട്ട് പോയത് എന്ന് ഈ ബൈബിളിൽ തന്നെ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ആ വചനം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. ആരും എൻ്റെ ജീവനെ എന്നോട് എടുത്തു കളയുന്നില്ല. ഞാൻ തന്നെ എൻ്റെ ജീവനെ കൊടുക്കുന്നു. അതിനെ കൊടുപ്പാൻ എനിക്ക് അധികാരമുണ്ട്, വീണ്ടും പ്രാപിക്കാനും എനിക്ക് അധികാരമുണ്ട്. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്ന് പറയുമ്പോൾ യേശു പോകുന്നതിന് മുൻപ് അഥവാ പോകുന്നതോടുകൂടെ തന്നിട്ട് പോയൊരു സാധനം ആണ് ഇവിടെ പറഞ്ഞ ഒന്നാമത്തെ സമാധാനം. അതായത് ഒരു മനുഷ്യൻ ഒരു മോട്ടോർ സൈക്കിൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം പെട്ടെന്ന് ഇംഗ്ലണ്ടിന് പോകാൻ നേരത്ത് അദ്ദേഹത്തിന്റെ ഉറ്റ സുഹൃത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പോകുമ്പോൾ ഇത് നിനക്ക് തന്നേക്കാം. അപ്പം പോകുന്നില്ലെങ്കിൽ തരുന്നില്ല, പോകുമ്പോൾ തരുന്നു. ഇതുപോലൊരു പ്രയോഗമാണ് യേശു ഇവിടെ ചെയ്തത്. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ച് പോകുന്നു. യേശു പോയത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. യേശു പോയത് ക്രൂശിലെ മരണത്തിലൂടെയാണ്. ആ ക്രൂശ് മരണത്തോടു കൂടെ നമുക്ക് തന്ന ഒരു പ്രത്യേക ദാനമാണ് ദൈവത്തോടുള്ള സമാധാനം. ഈ ഒന്നാമത്തെ സമാധാനത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് വിവരിക്കാം. സമാധാനം എന്ന വാക്കിന് മനസ്സിന്റെ അടക്കം, സ്വസ്ഥത എന്നീ അർത്ഥങ്ങൾ ഉള്ളപ്പോൾ തന്നെ മറ്റൊരർത്ഥമുണ്ട്. യുദ്ധമില്ലാത്ത അനുഭവം അഥവാ യുദ്ധത്തിന്റെ എതിർപദമാണ് സമാധാനം. അപ്പോൾ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്ന് യേശു കർത്താവ് പറയുമ്പോൾ ഒരു യുദ്ധം അവസാനിപ്പിക്കുന്ന വാക്കാണ് അവിടെ ഒന്നാമത് യേശു പറഞ്ഞത്. 2 പ്രാവശ്യം ഇവിടെ പറഞ്ഞതിനാൽ 2 ചിന്തകൾ അതിനകത്തുണ്ട്. ഒന്നാമത്തേത്, ഒരു യുദ്ധം അവസാനിക്കുകയാണ്. ഏത് യുദ്ധം? ആ യുദ്ധം ദൈവവചനത്തിലൂടെ നമുക്ക് ഗ്രഹിക്കാൻ പറ്റും. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാണ്. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാണ്. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം ഇവയെല്ലാം ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുന്നതാണ്. നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നത് നിങ്ങളുടെ പാപമത്രേ. യെശയ്യാവ് 59:1. കേൾപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ ചെവി മന്ദമായിട്ടില്ല, പ്രവർത്തിപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ കൈ കുറുകിപ്പോയിട്ടില്ല. എന്നാൽ എന്തുകൊണ്ട് ദൈവം കേൾക്കുന്നില്ല? എന്തുകൊണ്ട് ദൈവം പ്രവർത്തിക്കുന്നില്ല? ഉത്തരം, നിങ്ങളുടെ പാപമത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നത്. അപ്പം മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയ ഒരു പ്രത്യേക വസ്തുതയാണ് പാപം.
പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകൻ എന്ന് ബൈബിൾ പറയുന്നു. ആരാണ് പാപം ചെയ്തത്? ആരാണ് പാപം ചെയ്യാത്തത്? ഇതിനെക്കുറിച്ച് ബൈബിൾ എന്ത് പറയുന്നു? റോമർ 5:12 ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ പാപവും മരണവും സകല മനുഷ്യരിലും പരന്നു എന്ന് ബൈബിൾ പറയുന്നു. ഇങ്ങനെ മനുഷ്യവർഗം മുഴുവനും പാപത്താൽ ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്നു. ഇതിനകത്ത് ഞാനും പെടും, നിങ്ങളും പെടും. സകല മനുഷ്യരും പാപത്താൽ ദൈവത്തിൽ നിന്നാകുന്നു. അപ്പനും മക്കളും എന്ന പോലെ അടുത്തിടപെടാവുന്ന ഒരു അനുഭവത്തിലാണ് ദൈവ മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തോട് അടുക്കാൻ കഴിയാതെ വണ്ണം ദൈവത്തിൽ നിന്നാകുന്നു. ദൈവത്തിനും മനുഷ്യനും ഇടയിൽ ഒരു അകലം വന്നു. ഇതിൻ്റെ വേദശാസ്ത്ര വശങ്ങളെല്ലാം എൻ്റെ ശ്രോതാക്കൾ വിശദമായി ഗ്രഹിക്കുവാൻ ഇപ്പോൾ കഴിഞ്ഞില്ലെന്ന് വരാം. എങ്കിലും വേദശാസ്ത്ര വശങ്ങളൊന്നും അറിഞ്ഞില്ലെങ്കിലും പ്രായോഗിക വശം അറിയാൻ എളുപ്പമുണ്ട്. നമ്മുടെ മനസാക്ഷി നമ്മോട് പറയുന്നു ദൈവത്തിൽ നിന്ന് നമ്മൾ അകന്നാ ജീവിക്കുന്നത്. അതുകൊണ്ട് നാം ദൈവത്തോട് അടുക്കുവാൻ ഒരു മധ്യസ്ഥന്റെ സഹായം തേടുന്നുണ്ട്. ശരിയാണോ? ദൈവത്തിൽ നിന്ന് അകന്ന മനസ്സ് നമ്മെ മധ്യസ്ഥനെ അന്വേഷിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഇതിനോട് നിങ്ങൾ യോജിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അകന്നുപോയൊരു വ്യക്തിയെ കാണാൻ പോകുമ്പോൾ അടുപ്പമുള്ള ഒരാളെ നിങ്ങൾ കൂട്ടിന് വിളിക്കും. അത് സ്വാഭാവികമാണ്. മാത്രമല്ല, അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന എന്തെങ്കിലും സമ്മാനങ്ങളോ സംഭാവനകളോ കൊണ്ടുപോകുവാനും നാം ചിലപ്പോൾ ഒരുങ്ങും. ഇങ്ങനെയാണ് മനുഷ്യ ദൈവങ്ങൾ ഭൂമിയിലുണ്ടായത്. സർവശക്തിയുള്ള ദൈവത്തോട് അടുക്കുവാൻ മനുഷ്യന് സ്വയമേ കഴിയാതെ വന്നപ്പോൾ അവൻ മറ്റാരെങ്കിലും ഒരാളെ മധ്യസ്ഥനായിട്ട് വിളിക്കാൻ ആഗ്രഹിച്ചു. മാത്രമല്ല, എന്തെങ്കിലും ചില നേർച്ചകളോ കാഴ്ചകളോ ദൈവത്തിന് വേണ്ടി കൊടുക്കുവാനും അവൻ്റെ മനസ്സവനെ പ്രേരിപ്പിച്ചു. ഇങ്ങനെയാണ് മതങ്ങൾ ഇന്ന് കാണുന്ന ഈ വ്യവസ്ഥിതികൾക്ക് രൂപം കൊടുത്തത്. പക്ഷേ മനുഷ്യന്റെ മനസ്സിലെ ആ അകലം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഇതിനൊരു പരിഹാരം ക്രിസ്തു ഉണ്ടാക്കിയിരിക്കുന്നു എന്നാണ് ഈ വാക്യത്തിന്റെ അർത്ഥം. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ഞാനത് ദൈവവചനത്തിലൂടെ മനസ്സിലാക്കി തരാൻ ശ്രമിക്കാം. വിശുദ്ധ ബൈബിളിലെ കൊലോസ്യ ലേഖനം എന്ന ലേഖനത്തിൽ അതിനെക്കുറിച്ച് വിവരിച്ചിരിക്കുന്ന വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. യേശു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. ഒന്നുകൂടെ ഞാൻ വായിക്കാം. യേശു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും യേശുവിനെ കൊണ്ട് ദൈവത്തോട് നിരപ്പിപ്പാൻ പിതാവിന് പ്രസാദം തോന്നി. മനുഷ്യന്റെ മനസ്സിൽ ദൈവവുമായൊരു അകലമുണ്ട്. ഈ അകലം ഒരു വേദശാസ്ത്ര സത്യം എന്നതിനേക്കാൾ അപ്പുറത്ത് അതൊരു മാനസിക അവസ്ഥ തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ദൈവത്തോട് അടുക്കുവാൻ അവൻ വിശുദ്ധന്മാരെ കൂട്ടുപിടിക്കുന്നു, പുരോഹിതന്മാരെ കൂട്ടുപിടിക്കുന്നു, നേർച്ച കാഴ്ചകളെ ആശ്രയിക്കുന്നു. എന്നാൽ ബൈബിളിൽ ഒരു സുവാർത്തയുണ്ട്. ദൈവത്തിൽ നിന്നകന്ന മനുഷ്യനെ ദൈവത്തോടടുപ്പിച്ച് ശത്രുത അവസാനിപ്പിച്ച് പിഴകെട്ടി നഷ്ടപരിഹാരം നൽകി
ദൈവത്തിനും മനുഷ്യനും ഇടയിൽ ഒരു പാലം പണിത് സമാധാനം പുനഃസ്ഥാപിക്കുന്ന ഒരു സന്തോഷ വാർത്ത ബൈബിളിലുണ്ട്. അതാണ് ക്രിസ്തുവിന്റെ ക്രൂശ് മരണം. ഇവിടെ ഇങ്ങനെ വായിക്കുന്നു, യേശു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് സമാധാനം ഉണ്ടാക്കി. ഈ സമാധാനമാണ് യേശു തന്നേച്ചു പോയത്. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു സത്യം നിങ്ങളോട് പങ്കിടുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. യേശു കർത്താവ് സ്വർഗത്തിലെ സകല മഹത്വവും ഉരിഞ്ഞു വെച്ചിട്ട് ഒരു മനുഷ്യനായി ഇവിടെ അവതരിച്ച് മനുഷ്യന്റെ പാപം തന്റെ ശരീരത്തിൽ വഹിച്ച് പാപിയായ മനുഷ്യന് പകരമായി യേശു ക്രൂശിൽ മരിച്ചു. അവൻ കുരിശിൽ കിടക്കുമ്പോൾ ഒരു കൈകൊണ്ട് പിതാവായ ദൈവത്തെയും ഒരു കൈകൊണ്ട് പാപികളായ മനുഷ്യവർഗത്തെയും പിടിച്ച് ഒന്നാക്കി തീർക്കുന്ന സംഭവമാണ് ക്രൂശിലെ മരണം. ഈ ഒരു സത്യം ഒരു മനുഷ്യൻ അറിയുമ്പോൾ, ഈ സത്യം ഒരു മനുഷ്യൻ വിശ്വസിക്കുമ്പോൾ, അവന്റെ മനസ്സിനകത്ത് ദൈവത്തോടൊരു അടുപ്പം വരികയാണ്. അവനൊരു പ്രാഗൽഭ്യം തിരികെ കിട്ടുകയാണ്. അങ്ങനെ സമാധാനമെന്ന ആ ദിവ്യാനുഭവം യേശുക്രിസ്തുവിൽ കൂടെ നിങ്ങൾക്ക് പ്രാപിക്കാൻ കഴിയും. ഒരു വീട്ടിലെ മകൻ അപ്പനോടുള്ള വഴക്ക് നിമിത്തം വീട് വിട്ടിറങ്ങിപ്പോയി. അപ്പൻ അല്പം സ്ട്രിക്റ്റ് ആയിരുന്നു. വീട് വിട്ടിറങ്ങിപ്പോയ മകൻ മാസങ്ങളായിട്ട് തിരിച്ചു വന്നില്ല. പക്ഷെ അവൻ്റെ അമ്മ അന്നു മുതൽ രോഗിയായി. ദുഃഖവും വേദനയും കൊണ്ട് അവർ കിടക്കയിലായി. മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ മാതാവ് മരണത്തോട് അടുക്കാൻ തുടങ്ങി. കഠിനഹൃദയനായ അപ്പൻ അന്നത്തെ പ്രധാനപ്പെട്ട പത്രങ്ങളിൽ മകന്റെ പടം കൊടുത്തിട്ട് ഇങ്ങനെ എഴുതി: മകനെ, മടങ്ങി വരിക, നിന്റെ അമ്മ മരിക്കാറായി. ഒരു ചായക്കടയിൽ പോയി പാത്രം കഴുകുന്ന പണി ചെയ്ത് വിശപ്പ് മാറ്റുകയായിരുന്നു ഈ ചെറുക്കൻ. അവൻ ചായക്കടയിലെ മേശപ്പുറത്ത് കിടക്കുന്ന പത്രത്തിൽ അവന്റെ പടം കണ്ടു. മകനെ, മടങ്ങി വരിക, നിന്റെ അമ്മ മരിക്കാറായിരിക്കുന്നു എന്ന വാർത്ത വായിച്ചു. ചായക്കടയിൽ ആളുകൾ ഇരിക്കുന്ന കാര്യം ആ കൊച്ചൻ മറന്നിട്ട് പാത്രം നെഞ്ചത്തോട് പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ഹോട്ടൽ മാനേജർ ചോദിച്ചു, എന്ത് പറ്റിയടാ? അവൻ കരഞ്ഞുകൊണ്ട് അകത്തേക്ക് ഓടിപ്പോയി. മാനേജർ പുറകെ ചെന്നു, നിനക്ക് എന്ത് പറ്റി? അവൻ പത്രം കാണിച്ചപ്പോൾ ആണ് അയാൾക്ക് മനസ്സിലായത് വിഷയം. അയാൾ പറഞ്ഞു, നീ വേഗത്തിൽ ചെല്ല്, നിനക്ക് പൈസ ഞാൻ തരാം. അവൻ അതിവേഗത്തിൽ വീട്ടിലെത്തി. വീട്ടിലെത്തിയപ്പോൾ വീട്ടിൽ നിറച്ച ആളുണ്ട്. അമ്മയുടെ മുറി നിറയെ ആളാണ്. അവന് മനസ്സിലായി എന്തോ സംഭവിച്ചിട്ടുണ്ട്. അവനകത്തേക്ക് കയറുവാൻ പേടിച്ച് കുറ്റബോധം കൊണ്ട് അവന്റെ മനസ്സ് പൊട്ടുകയാണ്. കാരണം ഞാൻ അപ്പനോട് പിണങ്ങി വീട് വിട്ടതാണല്ലോ സ്നേഹനിധിയായ എൻ്റെ അമ്മ രോഗിയായി മരിക്കാൻ കാരണം. ഇനി എനിക്കിത് നികത്താൻ കഴിയുമോ ഈ ആയുസിൽ? കരയാൻ പറ്റുന്ന ദുഃഖമുണ്ട്, കരയാൻ പറ്റാത്ത ദുഃഖവുമുണ്ട്. അത് ദുഃഖത്തിന്റെ ആഴം അറിയുന്നവർക്കേ അറിയുള്ളൂ. ചെറിയ ചെറിയ ദുഃഖങ്ങളാണെങ്കിൽ കരഞ്ഞാൽ തീരും. എന്നാൽ അതിനും അപ്പുറത്തേക്ക് ദുഃഖം അതിര് കടന്നാൽ പിന്നീട് കരയാൻ പറ്റില്ല. കുറ്റബോധവും ദുഃഖഭാരവും ഏകാന്തതയും
പേറിക്കൊണ്ട് ആ ചെറുപ്പക്കാരൻ പതുക്കെ പതുക്കെ അകത്തേക്ക് ചെന്നു. അവൻ ആൾക്കൂട്ടത്തിനിടയിൽ കൂടെ എത്തി നോക്കിയപ്പോൾ അവന്റെ അമ്മ മരിച്ചിട്ടില്ല. കണ്ണ് തുറക്കുന്നുണ്ട്. അവൻ ആൾക്കൂട്ടത്തെ തള്ളി മാറ്റിയിട്ട് അമ്മേന്ന് വിളിച്ചു. ഈ മോന്റെ ശബ്ദം കേൾക്കാൻ വേണ്ടിയാണ് ആ മാതാവ് ജീവിച്ചിരുന്നത്. അവര് വേഗം കണ്ണു തുറന്നു. ആ കിടക്കയിൽ കിടന്നുകൊണ്ട് കൈ നീട്ടി അവന്റെ കയ്യെ പിടിച്ചു. അങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആ മാതാവ് മറ്റേ കൈ നീട്ടി. അപ്പൊ അവിടെ നിന്ന് ആ മാതാവിന്റെ അനിയത്തി ആ കയ്യെ പിടിച്ചു. വേണ്ടാന്ന് പറഞ്ഞു, പിടിക്കണ്ടെന്ന് പറഞ്ഞു. അവരുടെ ചേച്ചി വന്ന് കയ്യെ പിടിച്ചു, പിടിക്കണ്ടെന്ന് പറഞ്ഞു. അവരുടെ ആങ്ങള വന്ന് കയ്യെ പിടിച്ചു, പിടിക്കണ്ടെന്ന് പറഞ്ഞു. വേറെ പലരും വന്ന് മറ്റേ കയ്യെ പിടിച്ചു. അതെല്ലാം തട്ടി മാറ്റി. കുറെ നേരം കഴിഞ്ഞപ്പോൾ അവർക്ക് സംസാരിക്കാൻ കഴിയില്ല. അവർ വീണ്ടും കൈ ഇങ്ങനെ പൊക്കി പിടിച്ചിരിക്കുക. അപ്പോൾ ഈ കൊച്ചന്റെ അപ്പൻ വന്ന് ആ കയ്യെ പിടിച്ചു. അപ്പോൾ അവർ തലയാട്ടി. ആ മാതാവ് ഒന്നും സംസാരിച്ചില്ലെങ്കിലും പിണങ്ങിപ്പോയ മകനെയും പകരം വീട്ടുവാൻ കാത്തുനിന്ന, ശിക്ഷ കൊടുക്കുവാൻ നോക്കി നിന്ന അപ്പനെയും രണ്ട് കൈകളിൽ പിടിച്ചുകൊണ്ട് ആ മാതാവ് ചില മിനിറ്റ് ആ മരണക്കിടക്കയിൽ കിടന്നു. കണ്ടു നിന്ന ആളുകളെല്ലാം പൊട്ടിക്കരയാൻ തുടങ്ങി. കുടുംബത്തിന്റെ കഥ അറിയാവുന്നവരും ഈ അപ്പനെയും മകനെയും അമ്മയെയും അടുത്തറിയാവുന്നവരെല്ലാം പൊട്ടിക്കരയാൻ തുടങ്ങി. ആ മാതാവ് ആ രണ്ട് കൈകളും അടുപ്പിക്കാൻ തുടങ്ങി. കട്ടിലിന്റെ രണ്ടു വശത്തു നിന്ന് അവരെ ആ മാതാവ് ചേർത്ത് പിടിച്ച് അടുപ്പിച്ചപ്പോഴേക്കും അവർ മറ്റേ കൈകൊണ്ട് അന്യോന്യം കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കാൻ തുടങ്ങി. കണ്ണുനീരുകൾ തുള്ളികൾ അടർന്നു വീണ് മാസങ്ങൾ പഴക്കമുള്ള അകൽച്ചയും വർഷങ്ങൾ പഴക്കമുള്ള വൈരാഗ്യവും ആ കണ്ണുനീരിന്റെ മുമ്പിൽ ഉരുകി അലിഞ്ഞു വീണു. അകന്നുപോയ അപ്പനും മകനും യോജിച്ചപ്പോഴേക്കും അമ്മയുടെ കണ്ണുകൾ അടഞ്ഞിരുന്നു. ആളുകളുടെ ശ്രദ്ധ ഈ അപ്പന്റെയും മകന്റെയും മുഖത്തേക്കായിരുന്നു. കുറെ നേരത്തെ ഈ സ്നേഹത്തിന് ശേഷം, ആ നിരപ്പ്, ആ വലിയ സംഭവത്തിന് ശേഷം കണ്ണു തുറന്നു നോക്കിയപ്പോൾ അമ്മ മിണ്ടുന്നില്ല. കുലുക്കി വിളിച്ചു, അമ്മേ അമ്മേ അമ്മേ. ഇല്ല, അമ്മയുടെ ശബ്ദം അവസാനിച്ചു. അവിടെ നിന്ന ആളുകൾ പറഞ്ഞു, മോനെ, നിന്നെയും അപ്പനെയും കൂടെ ഒന്നാക്കുവാൻ അമ്മ ഇവിടെ മരിച്ചു. ഇത് നിങ്ങൾ മറക്കാതെ ജീവിക്കണം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം കേൾക്കുന്ന സഹോദരി, ദൈവത്തിന്റെ വചനം കേൾക്കുന്ന മാതാവേ, പിതാവേ, യൗവനക്കാര, ദൈവത്തിൽ നിന്നകന്നുപോയ നിന്നെയും നീതിമാനായ ദൈവത്തെയും തമ്മിൽ അടുപ്പിക്കുവാൻ പരിശുദ്ധനായ ദൈവപുത്രൻ ക്രൂശിൽ മരിച്ച കാര്യം പറയാനാണ് ഞാൻ ഈ വചനം ഇവിടെ വായിച്ചത്. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. യേശു ക്രൂശിൽ മരിക്കുമ്പോൾ നമുക്ക് തന്ന സമാധാനം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പാപത്താൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുവാൻ യേശു ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചു. ഇത് നമുക്ക് എങ്ങനെ പ്രാപിക്കാം? ഞാൻ വായിച്ചു കേൾപ്പിക്കാം. വിശുദ്ധ ബൈബിളിലെ റോമാലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനം ഉണ്ട്. യേശുവിന്റെ ക്രൂശ് മരണം നമുക്കുണ്ടാക്കിയിരിക്കുന്ന സമാധാനം സ്വന്തമാക്കുന്നത് വിശ്വാസത്താലാണ്. അതെ, വിശ്വാസത്താലാണ്, നേർച്ച കാഴ്ചകളാലല്ല, വിശ്വാസത്താൽ. പ്രാർത്ഥനയ്ക്കായി കണ്ണുകൾ അടയ്ക്കാം. കർത്താവായ യേശുവേ, ഞാനൊരു പാപിയാണെന്നും ദൈവത്തിൽ നകന്നു പോയവനാണെന്നും
സമ്മതിക്കുന്നു. എന്നെ ദൈവത്തോട് അടുപ്പിക്കുവാൻ എൻ്റെ പാപത്തിന് ശിക്ഷ ഏറ്റെടുത്ത് എനിക്ക് പകരമായി ക്രൂശിൽ യാഗമായ യേശുവിനെ എൻ്റെ കർത്താവായി, രക്ഷകനായി, നാഥനായി ഞാനിപ്പോൾ സ്വീകരിക്കുന്നു. വിശ്വാസത്താൽ ഈ സമാധാനം പ്രാപിക്കാമെന്ന വചനം ഞാൻ ഏറ്റെടുക്കുന്നു. ഞാനത് വിശ്വസിക്കുന്നു. ആ ദിവ്യ സമാധാനത്തിലേക്ക് എന്നെ പ്രവേശിപ്പിച്ചതിനാൽ നന്ദി. എൻ്റെ ജീവിതം ഞാൻ യേശു കർത്താവിനായി സമർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ.